നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അധ്യാപകരുടെ ഒരു വലിയ തലവേദന കുറയ്ക്കുന്ന ഒരു പുതിയ ആപ്പിനെക്കുറിച്ചാണ്. MDMS നൂൺ മീൽ ആപ്പ്. ഇത് നിങ്ങളുടെ വിലപ്പെട്ട സമയം എങ്ങനെയാണ് ലാഭിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഉച്ചഭക്ഷണത്തിന്റെ കണക്കെടുപ്പ്, അതൊരു വലിയ പണി തന്നെയാണല്ലേ. ഓരോ ദിവസവും ക്ലാസ് കയറി ഇറങ്ങി കുട്ടികളുടെ എണ്ണം എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഇത് കേൾക്കുന്ന ടീച്ചർമാർക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പോ ഈ പുതിയ ആപ്പ് എന്തിനാണെന്ന് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കിക്കേ. നമ്മളിപ്പോ എന്താ ചെയ്യാറ്? ഓരോ ക്ലാസ്സിലും പോയി എണ്ണമെടുക്കും, എന്നിട്ടത് ചിലപ്പോ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തയക്കും. അവസാനം ഇതെല്ലാം കൂടി ഒരു കാൽക്കുലേറ്ററിൽ കൂട്ടി ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഒരു അക്കം തെറ്റിയാൽ തീർന്നു. പോരാത്തതിന് ഈ കണക്കെല്ലാം കൂടി MDMS സൈറ്റിൽ കയറ്റാനുള്ള ആ ഒരു നെറ്റോട്ടം, ശരിക്കും ഒരുപാട് സമയവും ടെൻഷനും പോകുന്ന പണിയാണിത്. അപ്പോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾക്കെല്ലാമുള്ള ഒരു കിടിലൻ പരിഹാരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈ നൂൺ മീൽ ആപ്പ്. ഇത് നമ്മുടെ പണി എത്രത്തോളം എളുപ്പമാക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ആപ്പിന്റെ പ്രധാന ഉദ്ദേശം ഒന്നേയുള്ളൂ: നമ്മുടെ സമയം ലാഭിക്കുക. വെറുതെ കണക്കെടുത്ത് സമയം കളയുന്ന പരിപാടി നിർത്തുക. ടീച്ചർമാർക്ക് അവരുടെ ഫോണിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്താം. പഴയ കണക്കുകൾ നോക്കണോ? അതും ഇതിൽ പറ്റും. ശരി, അപ്പോ ഈ ആപ്പിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നോക്കാം, അല്ലേ? ഇത് നിങ്ങളുടെ പണി എങ്ങനെയാണ് എളുപ്പമാക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിസ്തരിതമായിട്ട് തന്നെ കാണാം. ഒന്നാമത്തെ കാര്യം, ഇത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങള് ഡാറ്റ കൊടുത്താൽ മതി. അന്നത്തെ തീയതി വെച്ച് അത് തനിയെ സേവ് ആയിക്കോളും. ഇനിയപ്പോ ഏത് ക്ലാസ്സിലെ കണക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എടുത്തു നോക്കാം. വേണമെങ്കിൽ റിപ്പോർട്ട് ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, ഇനി അഥവാ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഈ ആപ്പ് പോയാലും പേടിക്കണ്ട. നിങ്ങളുടെ ഡാറ്റയൊക്കെ സേഫായിരിക്കും. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ക്ലാസ് ടീച്ചർമാർ അറ്റൻഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാഷ്ബോർഡിൽ അപ്ഡേറ്റായി വരാൻ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ എടുക്കും. അപ്പോ അതുകൊണ്ട് കണക്കുകൾ കുറച്ച് നേരത്തെ കൊടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആപ്പ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ ഒരു ടൈം ലൈൻ ഉണ്ട്. നോക്കിക്കേ, എല്ലാ ക്ലാസ് ടീച്ചർമാരും ഒരു 11 മണിക്ക് മുൻപായിട്ട് അവരുടെ കണക്ക് കൊടുത്താൽ ഏകദേശം ഒരു 11:15 തന്നെ ഡാഷ്ബോർഡ് റെഡിയാകും. അപ്പൊ പിന്നെ MDMSന്റെ ചുമതലയുള്ള ടീച്ചർക്ക് 12 മണിക്ക് മുൻപ് തന്നെ ഔദ്യോഗിക സൈറ്റിൽ ഈ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എല്ലാം സ്മൂത്തായിട്ട് നടക്കും. ശരി, ഇനി നമുക്ക് സാധാരണയായി ഉണ്ടായേക്കാവുന്ന ചില സംശയങ്ങൾ നോക്കാം. ഇപ്പോ അബദ്ധത്തിൽ കൊടുത്ത എണ്ണത്തിൽ ഒരു തെറ്റുപറ്റിപ്പോയി, എന്തു ചെയ്യും? അല്ലെങ്കിൽ കണക്കെടുത്തതിന് ശേഷം ഒരു കുട്ടി ലേറ്റായി വന്നാൽ അവരെ എങ്ങനെ ചേർക്കും? ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോ അബദ്ധത്തിൽ നിങ്ങൾ കുട്ടികളുടെ എണ്ണം കൂട്ടിയിട്ടാണ് കൊടുത്തതെങ്കിൽ ഒരു പേടിയും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അതേ സ്കൂൾ കോഡും തീയതിയും ക്ലാസും ഡിവിഷനും ഒന്നുകൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് എത്ര എണ്ണമാണോ കൂടിയത് ആ സംഖ്യയുടെ മുന്നിൽ ഒരു മൈനസ് ചിഹ്നമിട്ടിട്ട് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുക. അത്രയുള്ളൂ. സിസ്റ്റം അത് തനിയെ ശരിയാക്കിക്കോളും. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേർക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരിടമാണിത്. എണ്ണം കൂടിപ്പോയാൽ തിരുത്താനായിട്ട് 0, 0 എന്നു കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഡാഷ്ബോർഡിലെ ടോട്ടൽ കണക്ക് ശരിയാവില്ല. പകരം എന്തു ചെയ്യണം? എത്രയാണോ തെറ്റായി കൊടുത്തത് അതേ എണ്ണം മൈനസ് ചിഹ്നമിട്ട് കൊടുക്കണം. അതാണ് ശരിയായ രീതി. ഇനി അടുത്തൊരു കേസ്. നമ്മള് കണക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വരുന്നതെങ്കിലോ? അതും സിമ്പിളാണ്. ആ വൈകി വന്ന കുട്ടിയുടെ എണ്ണം മാത്രം കൊടുത്താൽ മതി. ഇപ്പോ ഒരു ആൺകുട്ടിയാണ് ലേറ്റായി വന്നതെങ്കിൽ ബോയ്സ് എന്ന കോളത്തിൽ 1 എന്ന് കൊടുക്കുക. ഗേൾസിന്റെ കോളം വെറുതെ വിട്ടേക്കുക. സബ്മിറ്റ് കൊടുത്താൽ മതി. ആപ്പ് അത് പഴയ കണക്കിന്റെ കൂടെ തനിയെ കൂട്ടിച്ചേർത്തോളും. ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ചു നോക്കാൻ തോന്നുന്നില്ലേ? ശരി, അപ്പോ ഇതെങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോകുക. MDMS അറ്റൻഡൻസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇനി നിങ്ങളൊരു ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലോ ചെയ്യേണ്ടത് ഇതാണ്. കിട്ടുന്ന വെബ് ലിങ്ക് സഫാരി ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. താഴെ കാണുന്ന ഷെയർ ബട്ടണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ആപ്പ് ഒരു ഐക്കൺ പോലെ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വന്നു കിടക്കും. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ അയക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ തീർച്ചയായും അലൗ അല്ലെങ്കിൽ അനുവദിക്കുക എന്നത് കൊടുക്കണം. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ആപ്പിൽ വരുന്ന
പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും മറ്റു പ്രധാന വിവരങ്ങളെക്കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ പിന്നെ ദിവസവും ഈ കണക്കെടുപ്പിന്റെ പുറകെ നടന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കളയണോ? ആ സമയം ലാഭിച്ച് കുട്ടികളുടെ പഠനത്തിനോ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ചൂടെ? അതിനുള്ള ഒരു മികച്ച വഴിയാണ് ഈ ആപ്പ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തയ്യാറല്ലേ?